ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ, അതായത് എൻ്റെ സൗണ്ട് വരെ എടുത്തിട്ട് സീമാ വിനീത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിലേക്ക് കമ്മ്യൂണിറ്റിയെ കല്ലെറിയുക എന്നൊരു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ വരുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള നാടകങ്ങളാണ് എന്നാണ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കും പബ്ലിക്കിലുള്ള കുറച്ച് പേർക്ക് മനസ്സിലാവുമായിരിക്കും. എന്നുവെച്ചാൽ ഈ സമയത്ത് കുറേ വീഡിയോസും കുറേ വാർത്തകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവരെ സെലക്ട് ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്നാൽ പോലും ഒരിക്കലും ഒരു ന്യൂനപക്ഷങ്ങളായ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് കുലംകുത്തിയായി പോകരുത്. അതിനോട് എനിക്ക് സീമാ വിനീതിനോട് പുച്ഛം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന വ്യക്തി ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്, 100-120ഓളം വരുന്ന കമ്മ്യൂണിറ്റി അംഗങ്ങൾ. സീമാ വിനീത് അടക്കം ഉണ്ടായിരുന്നൊരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഇപ്പോൾ ഏതൊരു വിഷയം വന്നാലും, ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ രീതിയിലുള്ള ചർച്ചകളൊക്കെ വരും. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ അത്യാവശ്യം എന്നെ കുറേ പേരൊക്കെ അറിയും. കുറേ പേര് നല്ല ഇപ്പോൾ കേരളത്തിൽ ആദ്യത്തെ ട്രാൻസ്ഫോമർ ഓട്ടോ ഡ്രൈവർ എന്നുള്ള നിലയ്ക്കും അല്ലാതെയും എന്നെ അറിയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എൻ്റെ വോയിസ് അതുപോലെ പബ്ലിക്കിൽ കുറച്ച് ഫെയിമായിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളുടെ വോയിസ് എടുത്തിട്ട് കമ്മ്യൂണിറ്റി അംഗങ്ങളെല്ലാം കൂടി എന്നെ കൊല്ലാൻ വരുന്നു, എന്നെ ആക്രമിക്കാൻ വരുന്നു, അപ്പോൾ ഗ്ലിസറിൻ തേച്ചിട്ട് ഏതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഗ്ലിസറിൻ. അപ്പോൾ അത് തേച്ച് കുറേ കണ്ണീരൊഴുക്കി പബ്ലിക് സപ്പോർട്ട്. ഇപ്പോൾ എനിക്ക് നാളെ ഒരു വിഷയം വന്നാൽ, ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. അപ്പോൾ അവിടെ എൻ്റെ കമ്മ്യൂണിറ്റി ആരും എൻ്റെ കൂടെ ഓട്ടോ ഡ്രൈവർമാരായിട്ടില്ല, ഞാൻ പബ്ലിക്കിലുള്ള ആളുകളാണ്. എന്നാൽ പോലും ഇപ്പോൾ എനിക്കൊരു ഇഷ്യൂ ഉണ്ട്, ഞാൻ ആദ്യം എൻ്റെ കമ്മ്യൂണിറ്റി ഞങ്ങളോടാണ് പറയുന്നത്. ഇത് വെറുതെ പബ്ലിക്കിന് സപ്പോർട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത്, അല്ലാതെ കമ്മ്യൂണിറ്റി ആരും ഇവരെ കല്ലെറിയാൻ ചെന്നിട്ട്. ഞങ്ങൾ ഗ്രൂപ്പിൽ സംസാരിച്ചു, എൻ്റെ വോയിസിൽ ഞാൻ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇവൾ ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടതിനെതിരെ അവളെ വഴിയിൽ തടഞ്ഞു നിർത്തണം, ഇവളോട് മറുപടി പറയിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്. അല്ലാണ്ട് ഈ വ്യക്തിയെ കൊല്ലണമെന്നൊന്നും അതിനകത്ത് പറയുന്നില്ല.